2025 ജൂലൈ 28-ന് ചൊവ്വ രാശി മാറുകയാണ്. കന്നി രാശിയിലേക്കാണ് മാറ്റം. ബുധന്റെ ആധിപത്യമുള്ള ക്ഷേത്രമാണ് കന്നി രാശി. ബുധക്ഷേത്രമായ കന്നി രാശിയിലേക്കാണ് 2025 ജൂലൈ 28-ന് വന്നു ചേരുന്നത്. ചൊവ്വ കന്നി രാശിയിൽ വരുമ്പോൾ ശനിയുടെ 7ാമത്തെ രാശിയിലുള്ള ദൃഷ്ടി കന്നി രാശിയിലേക്ക് പതിയുന്നുണ്ട്. രണ്ട് പാപഗ്രഹങ്ങൾ തമ്മിൽ പരസ്പരം ദൃഷ്ടി ചെയ്യുന്നത് അത്ര ഗുണകരമല്ല. എങ്കിലും വ്യാഴത്തിന് കേന്ദ്രഭാവം ഉള്ളതുകൊണ്ട് തന്നെ പരസ്പരം ദൃഷ്ടി ചെയ്യുന്നുണ്ടെങ്കിലും ദോഷങ്ങൾ കുറഞ്ഞു കിട്ടുന്നതാണ്. വ്യാഴത്തിൻ്റെ മിത്രം കൂടിയാണ് ചൊവ്വ എന്നതുകൊണ്ട് ദോഷം വലിയ കൂടുതലൊന്നും ഉണ്ടാകുവാൻ ഈ സമയത്ത് സാധ്യതയില്ല. ചൊവ്വ ശനിയെ പോലെയോ രാഹു കേതുക്കളെ പോലെയോ വ്യാഴത്തെ പോലെയോ ഒരു ക്ഷേത്രത്തിൽ വളരെ കാലം നിൽക്കുന്ന ഒരു ഗ്രഹമല്ല. ഏകദേശം 1.5 മാസത്തോളം, അല്പം കുറഞ്ഞും കൂടിയും വരാൻ മാത്രമാണ് ചൊവ്വ ഒരു രാശിയിൽ നിൽക്കുന്നത്. ചൊവ്വ പാപഗ്രഹമാണ്. കറുത്ത പക്ഷത്തിലും രാത്രിയിലുമാണ് ചൊവ്വക്ക് ബലം കൂടുതലുള്ളത്. ചൊവ്വയുടെ കാരകത്വം ഭൂമി, ക്രൂരത, ശത്രുക്കൾ, കള്ളം പറച്ചിൽ, വീര്യം, രോഗം, സഹോദരർ, മിത്രങ്ങൾ, അടുക്കള, സാഹസം, അഗ്നി, കള്ളന്മാർ, പരസ്ത്രീ ബന്ധം, ശരീരക്ഷതം, മുറിവ്, കോപം, സൈന്യം, ബലം, ആയുധം എന്നിങ്ങനെയൊക്കെയാണ് ചൊവ്വൻ്റെ കാരകത്വമായി ചിന്തിക്കേണ്ടത്. ചൊവ്വ കന്നി രാശിയിലേക്ക് രാശിമാറ്റം നടത്തുമ്പോൾ മിഥുനക്കൂറുകാർക്ക് ഉണ്ടാകുവാൻ ഇടയുള്ള കാര്യങ്ങളെ പറ്റിയാണ് പറയുന്നത്. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. മകേരത്തിൻ്റെ അവസാനത്തെ 2 പാദം, തിരുവാതിര, പുണർതം, മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് മിഥുനക്കൂറിൽ വരുന്നത്. ഈ നക്ഷത്രക്കാർക്കാണ് ചൊവ്വയുടെ രാശിമാറ്റം വഴി ഉണ്ടാകുന്ന കാര്യങ്ങളെപ്പറ്റി പറയുന്നത്. ഇവരുടെ 11ാം ഭാവാധിപനും 6ാം ഭാവാധിപനുമാണ് ചൊവ്വ. ഇതാണ് 4ാം ഭാവത്തിലേക്ക് വരുന്നത്. മിഥുനക്കൂറിൻ്റെ 4ാം ഭാവമായ കന്നിയിലേക്ക് വരുന്നത്. പാപഗ്രഹമായ ചൊവ്വക്ക് 4ാം ഭാവം അത്ര ഗുണകരമല്ല. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. ബന്ധുവിരോധവും ഉണ്ടാവാം. സ്ഥാനഭ്രംശം സംഭവിക്കാം. ഉദരരോഗം വരുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ശരീരവേദന, മറ്റ് ചെറിയ ചെറിയ രോഗങ്ങൾ, രക്തരോഗം എന്നിവയൊക്കെ ഈ കാലയളവിൽ ഉണ്ടായേക്കാം. മനഃശാന്തിക്കുറവ് ഉണ്ടാകുവാനും സാധ്യതയുണ്ട്. സ്വത്ത് നഷ്ടം സംഭവിക്കാം. പേരുദോഷം സമ്പാദിക്കുവാനും ഈ കാലയളവിൽ സാധ്യത കാണുന്നുണ്ട്. പണത്തിന് ഞെരുക്കം സംഭവിക്കുക, ബന്ധുക്കൾ തമ്മിൽ വിരോധം ഉണ്ടാകുവാനും ഈ സമയത്ത് സാധ്യത കൂടുതൽ ആണ്. സംസാരം എപ്പോഴും നിയന്ത്രിക്കണം. അമിത സംസാരം പലപ്പോഴും ചില കുഴപ്പങ്ങളിലേക്ക് ചെന്ന് ചാടിയേക്കാം. അശുഭകാര്യങ്ങളിൽ താല്പര്യം തോന്നുന്ന ഒരു സന്ദർഭമാണ് ചൊവ്വയുടെ ഈ രാശിമാറ്റം വഴി ഇവർക്ക് ഉണ്ടാകുന്നത്. ഭയം, സ്ഥാനഭ്രംശം, ബന്ധുക്ലേശം, ഗൃഹസുഖക്കുറവ് എന്നിവയും ഉണ്ടാവാം. എങ്കിലും ചില നല്ല കാര്യങ്ങളും ഈ സമയത്ത് വന്നു ചേരും. വീട് വാങ്ങുന്നവർക്കും വസ്തു വാങ്ങുന്നവർക്കും വാഹനങ്ങൾ വാങ്ങുന്നവർക്കുമൊക്കെ അതിന് അനുകൂലമായ സന്ദർഭമാണ്. എങ്കിലും കടം വരാതെ നോക്കേണ്ടത് അത്യാവശ്യമാണ്. പൊതുവെ പറഞ്ഞാൽ ചൊവ്വയുടെ രാശിമാറ്റം മിഥുനം രാശിക്കാർക്ക് അടുത്ത 1.5 മാസത്തേക്ക് അത്ര നല്ലതല്ല. ഗുണാനുഭവങ്ങൾ കുറയുന്ന ഒരു കാലമാണ്.